എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ പോലും എനിക്കൊരു അംഗീകാരം കിട്ടിയിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയണേ. ഇനിയിപ്പോ അവരെന്നെ എന്ത് പറഞ്ഞാലും വരും, വീട്ടിൽ പുറത്താക്കിയാലും വെക്കില്ല. അവരെന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അവരെന്താ പറയാ? അല്ല ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അല്ല അവരെന്താ എങ്ങനെ വിമർശിക്കുക? എന്ത് പറഞ്ഞാല് എപ്പോഴും പാട്ടിനോണ്, എപ്പോഴും പരിപാടിക്കോണ്, പായരാക്കത്ത് 2 മണിക്ക് വരുന്നു, 3 മണിക്ക് വരുന്നു. എന്താ ഇത് ആണുങ്ങളെ വൈത്തേക്ക് ചോദിക്കൂ? നാട്ടുകാരായി ചോദിക്കൂലോ. അതെ, നാട്ടുകാർക്കാ കുറച്ച് ക്ഷമ, വീട്ടുകാർക്ക് തീരെ ക്ഷമയില്ലാത്ത. എന്റെ പൊന്നു ശ്രീനാഥ, നിങ്ങൾ ഇത്രയും ലോകപരിചയമുള്ള, ഇത്രയും ആളുകളെ സംവദിച്ചിട്ടുള്ള, ഒരുപാട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള, ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ സത്യം പറഞ്ഞ സങ്കടമുണ്ട്. നാട്ടുകാർക്ക് എന്തിനാ നിങ്ങളുടെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ? നാട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നിങ്ങളുടെ നാട്ടിൽ എത്ര പേരുണ്ട്, എത്ര നാട്ടുകാരുണ്ട് നിങ്ങളുടെ നന്മ പ്രതീക്ഷിക്കുന്നവര്? ഉണ്ടാവില്ല. അന്തസ്സും അഭിമാനമുള്ള സ്വന്തം വീട്ടുകാർക്കേ മക്കള് നേരം വൈകി വരുമ്പോഴും അസമയത്ത് കയറി വരുമ്പോഴും അതിൽ ആദ്യം ഉണ്ടാവുള്ളൂ, ടെൻഷൻ ഉണ്ടാവുള്ളൂ. അവർക്കേ ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെയൊക്കെ നല്ല പ്രായത്തിൽ ഇന്നത്തെ പോലെ ഫോണോ സംവിധാനങ്ങളോ, ഇത്തിരി നേരം വൈകി കഴിഞ്ഞാൽ വീട്ടുകാരെ വിളിച്ചറിയിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ നേരം വൈകി വരുമ്പോ ആ വീട്ടുകാർ പേടിക്കൂലേ? ടെൻഷൻ അടിക്കൂലേ? സങ്കടം ഉണ്ടാവൂലേ? നിങ്ങൾ വീട്ടിൽ എത്തുന്നത് വരെ ഉറങ്ങാതെ കാത്തിരിക്കൂലേ? നിങ്ങളുടെ നാട്ടുകാർ ആരെങ്കിലും അങ്ങനെ കാത്തിരിക്കുവോ? നിങ്ങൾ നേരം വൈകി വരട്ടെ, എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ട് നിങ്ങൾ ഒറ്റപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റും. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ നേർവഴി പറഞ്ഞു കൊടുക്കേണ്ട ജീവിതത്തിൽ ഒരുപാട് അനുഭവമുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ വല്ലാത്ത സങ്കടം. നിങ്ങൾക്ക് ഇത്രയും ലോകപരിചയം ഉണ്ടായിട്ടും ദാ ഈ ഒരു പ്രായം വരെ ജീവിച്ചിട്ടും ഒരുപാട് ആളുകളുടെ ജീവിതം കണ്ടിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ലോകത്തെക്കുറിച്ച് ഒരു ചുക്കും തിരിയാതെ ആയിപ്പോയല്ലോ എന്നുള്ളതാണ് വല്ലാത്ത യാതിയില്ലേ.